ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്യരായ കോറെപ്പിസ്കോപ്പമാരെ, ബഹുമാനപ്പെട്ട അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇന്നേ ദിവസം കുരുടൻ്റെ ഞായറാഴ്ച എന്ന് പറയാറുണ്ട്. കർത്താവ് കുരുടനായൊരു മനുഷ്യനെ, കണ്ണറിയാൻ വയ്യാത്തൊരു മനുഷ്യനെ അവന് കണ്ണ് സൃഷ്ടിച്ചു കൊടുത്ത ഞായറാഴ്ചയാണ്. വേദഭാഗം ആരംഭിക്കുന്നത് കർത്താവിന് ശിഷ്യന്മാരുടെ ചോദ്യവുമായിട്ടാണ്. എന്താ അവർ ചോദിക്കുന്നത്? ഈ കുരുടൻ, കണ്ണറിയാൻ വയ്യാത്ത മനുഷ്യൻ കണ്ണുപൊട്ടനായത് അവൻ്റെ പാപം കൊണ്ടാണോ, അവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം കൊണ്ടാണോ എന്നതാണ്. മനുഷ്യൻ രോഗിയാണ്, കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യനാണ്. ഇതിൻ്റെ കാരണം എന്താണ്? അല്ലേ? ഇറ്റ്സ് എ വെരി ബേസിക് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കോസ് ഓഫ് സഫറിങ്? സഹനത്തിൻ്റെ, പീഡനത്തിൻ്റെ കാരണം എന്താണ്? ശിഷ്യന്മാർ തന്നെ പറയുന്നത്, ഒന്നുകിൽ ഇവൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ കുഴപ്പമാണ്. പാപം രോഗത്തിന് കാരണമായി തീരും, സഹനത്തിന് കാരണമായി തീരും എന്നത് ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ സഹനത്തിന് കാരണമായി തീരുന്നത് സമൂഹത്തിൻ്റെ പ്രശ്നമാകാം, വ്യക്തിപരമായി ഒരു മനുഷ്യന്റെ കുഴപ്പമാകാം, മാതാപിതാക്കന്മാര് ചെയ്ത തെറ്റുകളുടെ കുഴപ്പമാകാം. ഇതെല്ലാം ശരിയാണ്. പക്ഷെ യേശു തമ്പുരാൻ ഇവിടെ വളരെ വ്യക്തമായൊരു ഉത്തരം പറയുന്നുണ്ട് ഇവന്റെ കാര്യത്തിൽ. ഇവൻ സഹിക്കേണ്ടി വന്നത് ദൈവത്തിൻ്റെ താല്പര്യം, പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. That could be the manifestation of God's intention. ദൈവത്തിൻ്റെ ഒരു താല്പര്യം ഇവനെ സംബന്ധിച്ചുണ്ട്. അത് പൂർത്തീകരിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഇതൊരു പ്രശ്നമാണ്. ലോകത്തിലുള്ള സഹനങ്ങളുടെ, വ്യക്തിയുടെ സഹനത്തിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഇന്നതുകൊണ്ടാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ദൈവിക പദ്ധതിയുടെ ഭാഗം കൊണ്ട് തന്നെ മനുഷ്യന് സഹനങ്ങൾ ഉണ്ടാകാം എന്നാണ് യേശുദമ്പുരാൻ പറയുന്നത്. ഈ ഒരു അടിസ്ഥാന ചോദ്യം എന്നും നമ്മളെ വ്യാകുലപ്പെടുത്താറുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഞാൻ സഹിക്കേണ്ടി വരുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, രോഗിയായിത്തീരുന്നു? ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടാകണമെന്നില്ല, നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പം കൊണ്ടാകണമെന്നില്ല. ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നവർ. അപ്പൊ ഇവിടെ അന്ധന്റെ അസുഖം മാറ്റുന്ന ഒരു സാഹചര്യം, ഇത് ദൈവിക ഇടപെടലിന് വേണ്ടി ദൈവം പ്ലാൻ ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ പ്ലാൻ ബൈ ഗാഡ് ഹിംസെൽഫ്. ഇതാണ്. ഇയാളിങ്ങനെ കണ്ണറിയാൻ മേലാതായത് അയാളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് തന്നെയാണ്. ഇവിടെ
രോഗിയായിത്തീരുന്ന അല്ലെങ്കിൽ ഈ മനുഷ്യൻ സുഖപ്പെടുത്തുകയാണ്. വേദപുസ്തകം വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട് കാണും, അദ്ദേഹത്തിന്റെ കണ്ണിൽ കർത്താവ് മണ്ണ് ഉമിനീര് ചേർത്ത് കണ്ണിൽ പുരട്ടി ശീലോവാം കുളത്തിൽ പോയി കഴുകിയ വിവരം. പക്ഷെ ഒരു പ്രശ്നം അവിടെയാണ്. കാരണം യേശു തമ്പുരാന്റെ അടുക്കൽ ശബത്ത് ദിവസം സുഖപ്പെടുത്തുന്നയാൾ അവർ എപ്പോഴും യഹൂദ നേതൃത്വത്തിന്റെ ഇഷ്ടക്കുറവിന് ഇരയായിത്തീരുന്നു എന്നതാണ്. അപ്പൊ ഈ മനുഷ്യൻ കണ്ണുള്ളവനായി വന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന്. അവനോട് ചോദിക്കുകയാണ്, നീ ആ കണ്ണില്ലാത്തവനായിരുന്ന മനുഷ്യനാണോ? അവന് പറയാം, അല്ല എന്ന് പറയാം. പക്ഷെ അവൻ സത്യത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുകയാണ്, ഐ ആം ഹി, ഞാനാണവൻ. ഒഴിവാകാമായിരുന്ന ഒരു സാഹചര്യത്തിൽ അവൻ സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന, സത്യം പ്രസ്താവിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു ധർമ്മക്കാരനാണ്, ഒരു ഭിക്ഷയെടുക്കുന്നവനാണ്. അവൻ സത്യത്തോട് ചേർന്ന് പ്രഖ്യാപനം നടത്തുകയാണ്. രണ്ടാമത് അവൻ പറയുകയാണ്, അവർ ചോദിക്കുക, ആരാണ് നിനക്ക് സൗഖ്യം നൽകിയത്? അവന് വീണ്ടും പറയാമായിരുന്നു, എനിക്കറിയില്ല, ഞാൻ കണ്ണറിയാൻ വയ്യാത്തതായിരുന്നു, സംബഡി ഹാസ് ഡൺ, ആരെങ്കിലും അത് ചെയ്ത് കാണും എന്ന്, അല്ലേ? പക്ഷെ അവൻ പറയുകയാണ്, എനിക്ക് കാഴ്ച നൽകിയത് യേശുവാണ് എന്ന് പറയുകയാണ്. പിന്നെ പ്രശ്നമാണ് വരുത്തി വെക്കുന്നത്. സത്യം പറയുന്നത് എന്നും പ്രശ്നം. ഇയാൾ സ്വയം പ്രശ്നം സൃഷ്ടിക്കുകയാണ്. തല ഊരുവാനുള്ള സാധ്യതയുള്ളപ്പോഴും തല ഊരാതെ താൻ ആ കുരുടനായിരുന്നു, അന്ധനായിരുന്നു, എന്നെ സുഖപ്പെടുത്തിയത് ക്രിസ്തുവാണ്, യേശുവാണെന്ന് പറയുകയാണ്. വീണ്ടും അവനെ യഹൂദ മതത്തിന്റെ നേതാക്കന്മാർ കൊണ്ടുപോയി വിസ്തരിക്കുകയാണ്. അവനോട് ചോദിക്കുക, നീ അവനെ പറ്റി എന്താണ് അഭിപ്രായം? അവന് പറയാം, ഒരു അഭിപ്രായവും ഇല്ല എന്ന് പറയാം. എന്താ ഉത്തരം പറയുന്നേ? അവനൊരു പ്രവാചകനാണ്. ഹീസ് എ പ്രോഫറ്റ്. സി, ഓരോ ഘട്ടമാണ്. എന്നെയാണ് അവൻ സുഖമാക്കിയത്, ഞാൻ തന്നെയാണ് ആ കുരുടനായിരുന്ന മനുഷ്യൻ. രണ്ടാമത് പറയുകയാണ്, യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത്. മൂന്നാമത് പറയുകയാണ് അദ്ദേഹം, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, അവനൊരു പ്രവാചകനാണ്. വീണ്ടും അവൻ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് കൂടെ കൂടെ അത് ചോദിക്കുന്നത്? അവൻ പാപിയായൊരു മനുഷ്യനല്ല. കാരണം ഒരു പാപിയായ മനുഷ്യന് എന്നെപ്പോലെ ഒരിക്കലും കണ്ണില്ലാത്തവനായൊരു മനുഷ്യനെ സുഖപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അപ്പൊ അവൻ വീണ്ടും ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. അപ്പോ ഇതിനെല്ലാം ഒരു പ്രത്യാഘാതം എന്താണ്? അവൻ പുറത്താകുന്നു. അപ്പോ സത്യം തിരിച്ചറിയുകയും സത്യത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക? ഹി ഹാസ് ടു ഫേസ് ദ കോൺസിക്വൻസ് ഓൾസോ, അല്ലേ? എന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കൈകെട്ടിയിരുന്നാൽ, മാറി നിന്നാൽ ജീവിതം എളുപ്പമാണ്. സത്യം തിരിച്ചറിയുകയും സത്യത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അപകടകരം. അതാണ് ഈ മനുഷ്യൻ നമുക്ക് നൽകുന്നതായ സന്ദേശം എന്ന് പറയുന്നത്. ഇതിനൊരു മറുഭാഗം,
ഒരു കൂട്ടം ആൾക്കാർ ഇതെല്ലാം കാണുന്നുണ്ട്. യഹൂദ മതത്തിന്റെ നേതാക്കന്മാർ അവരിത് കണ്ടിട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവർക്കുമുണ്ട് അവരുടേതായ ഒരു റാഷണയിൽ. അവർ പറയുന്നത് യഹൂദ മതത്തിന്റെ അടിസ്ഥാന നിയമങ്ങളാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. The man who violates the law of the church or the religion cannot be a holy man or prophet. അത് അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആയി തീരാൻ സാധിക്കില്ല. They have their own rationale. ചുമ്മാ അതൊന്നും പറയുന്നതല്ല. The blind man explains these things on the basis or confess the faith on the basis of his experience. വ്യക്തിപരമായ അനുഭവത്തിന്റെ തലത്തിലാണെങ്കിൽ ക്രിസ്തുവിനെ എതിർക്കുന്നവര് എന്തിന്റെ അടിസ്ഥാനത്തിലാ? They don't have any personal experience. They are watching all these things, but they do not grasp what is going on there. At the same time, they are judging on the basis of the cultic laws. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടേതായ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ക്രിസ്തുവിനെ എതിർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എതിർക്കുക എന്നുള്ളത് അടിസ്ഥാനത്തിൽ അവർ അവരുടെ നിയമത്തിന്റെ ലംഘിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ എതിർക്കുന്നെങ്കിൽ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ he comes to the conclusion that he is a prophet and a man of God. അവസാനം പറയുന്നുണ്ട് മിശിഹായാവുന്നു എന്ന് പറയുന്നു. അപ്പോ വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നയാള് they come to the higher truth. In the beginning he is confessing that is the factual truth. അല്ലേ? എനിക്ക് സുഖമാക്കിയത് ആരാണ്? ഇങ്ങനെയുള്ളത്. അപ്പോ സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് സത്യത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് വരുവാനൊക്കെയുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം അവർ അടിസ്ഥാനപ്പെടുന്നത് ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല, നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരാണ്. അവരെന്താ ചെയ്യുന്നത്? അവര് തല ഊരുവാൻ ശ്രമിക്കുകയാണ്. അവര് പറഞ്ഞു, ഈ ചെറുക്കൻ എൻ്റെ മകൻ തന്നെയാണ്, പക്ഷെ അവൻ എങ്ങനെ സുഖപ്പെട്ടു എന്നത് എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. അവരോട് ചോദിക്കാൻ പ്രായമുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, സത്യത്തോട് ചേർന്ന് നിന്ന് സത്യത്തെ പ്രഘോഷിച്ച് സത്യത്തിന്റെ ഉയർന്ന തലങ്ങളിൽ എത്തുക എന്നുള്ളത്. അതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ, അതിന്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ, ഹി വാസ് ഡ്രിവൺ ഔട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി, പുറത്താക്കി കളയുകയാണ്. അല്ലേ? സത്യം പറയാൻ പോയാൽ പുറത്താകുന്ന സാഹചര്യമാണ്. സത്യത്തിനെതിരെ നിൽക്കുന്നവർ ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം. ഇതിനിടയിൽപ്പെട്ട് ബുദ്ധിമുട്ടിലാകുന്നവർ അർത്ഥസത്യങ്ങൾ, അതായത് അത്ര ശരിയല്ല അത്ര നേരം പകുതി മൂടി വെച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോ ആ ഒരു ചുറ്റുപാടാണ് ഇവിടെ നാം കാണുന്നത്. മതം എന്തിനാണ് എന്നുള്ള, അല്ലെങ്കിൽ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിലീജിയൻ? ഈ നിയമം പാലിക്കുക എന്നുള്ളതല്ല ഒരു മതത്തിന്റെ, ഒരു സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നു. To make the followers enlightened, to deliver from the oppression of ignorance. ഈ അറിവില്ലായ്മയുടെ തലത്തിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാത്ത മതപ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഡസന്റ് ഡു എനിത്തിങ്. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്രിസ്തു വിമോചനത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരുമ്പോൾ, ക്രിസ്തുവിനെ എതിർക്കുന്നവർ മതശാസനങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് മനുഷ്യരെ അന്ധതയിലേക്ക് നയിക്കുക. ഇപ്പൊ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
മതം എന്തിനാണ്? വിശ്വാസം എന്തിനാണ്? മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനാണോ? അതെയോ മനുഷ്യനെ അന്ധതയിലേക്കും മനുഷ്യനെ അടിമത്തത്തിലേക്കും നയിക്കുവാനാണോ? Is it an agent of enslavement or liberation? മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണോ മതം? സ്വാതന്ത്ര്യത്തിലേക്ക് മതം നയിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥമില്ല എന്നാണ്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് കണ്ണുണ്ടായിരുന്നെങ്കിൽ, കണ്ണില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. കണ്ണുണ്ടായിട്ടും യു ഡിനൈ ദ ഫാക്ട്സ് ആൻഡ് ട്രൂത്ത്സ്. സത്യവും ശരികളും നിഷേധിക്കുന്ന ഒരു മനുഷ്യർ ആത്യന്തികമായി മതത്തിന്റെ അടിമത്തത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ബട്ട് ദിസ് പേഴ്സൺ വാസ് ബോൺ ബ്ലൈൻഡ്. He was healed and come to the light and testifies the fact and come to the higher truth and enlightenment. ഇതാണ് സത്യം തിരിച്ചറിയുകയും അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് വരികയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. സഭയുടെ ധർമ്മം അതാണ്. സുവിശേഷത്തിൻ്റെ ധർമ്മം അതാണ്. മനുഷ്യനെ അസത്യത്തിൻ്റെ തളച്ചിടുകയല്ല, സ്വതന്ത്രമാക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വിശ്വാസം നമ്മുടെ ഏത് തരത്തിലാണ്? ചില ശാസനങ്ങളുടെ നിർവഹണമാണോ? ചില കൾട്ടുകൾ നടത്തുകയാണോ? അത് ആത്യന്തികമായി മനുഷ്യനെ വിമോചിപ്പിക്കുകയാണോ നമ്മുടെ വിശ്വാസം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട്. അതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തു പറയുന്നത്. The very beginning of the chapter he says that he is the light of the world. പ്രകാശം നൽകുന്നതാണ്, പ്രബുദ്ധമാക്കുന്നതാണ് ക്രിസ്തുവും സുവിശേഷവും. അതില്ലാതെ ആയിക്കഴിഞ്ഞാൽ സഭയ്ക്കോ ഇടവകയ്ക്കോ അർത്ഥമില്ലാതായിത്തീരും. ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ചു പോകുന്ന ഒന്നല്ല, നേരെ മറിച്ച് മനുഷ്യനെ പ്രബുദ്ധതയിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, സത്യത്തിന് ചേർന്ന് നിൽക്കുവാൻ കരുത്ത് നൽകുന്ന, പ്രത്യാഘാതങ്ങളെ നേരിടുവാൻ കരുത്ത് നൽകുന്ന. കണ്ടല്ലേ, അവൻ്റെ അപ്പനും അമ്മയ്ക്കും സഭയിൽ നിന്ന് പുറത്താക്കുന്നവർക്ക് ഭയപ്പെട്ടു പോയി. ദിസ് പേഴ്സൺ അല്ലേ, കണ്ണറിയാൻ അന്ധനെ സംബന്ധിച്ചിടത്തോളം അത് അവനൊരു പ്രശ്നമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പുറത്താക്കിയാൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? അവൻ വെളിച്ചമുള്ളവനായി തീർന്നു എന്നതാണ്. വിശ്വാസം, ക്രിസ്തു സുവിശേഷം മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്കും വെളിച്ചത്തിലേക്കും പ്രബുദ്ധതയിലേക്കും നയിക്കുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുവാൻ കരുത്ത് നൽകുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു പാഠമാണ് യേശുദമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, അത് കരുത്തുള്ള, വെളിച്ചത്തിലേക്ക് വരുന്ന, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒന്നായി തീരണം, വെളിച്ചമായി തീരണമെന്നാണ് സുവിശേഷഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് സഭാദിനം കൂടിയാണ്, 36-ാം ഞായറാഴ്ച. തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. സഭ അതിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനെ നിലനിന്ന് പോയാൽ പോരാ, അധികാര ഘടനകൾ ഇങ്ങനെ പോയാലും പോരാ. നേരെ മറിച്ച് ക്രിസ്തുവിനെ പോലെ ലോകത്തിന് വെളിച്ചം നൽകുന്ന, വിമോചിപ്പിക്കുന്ന, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒന്നായിത്തീരണം. അടിച്ചമർത്തുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ഒന്നായി തീരുകയല്ല. That it should become the agent of deliverance, liberation. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, വെളിവുണ്ടാകുവാൻ ഇതിൻ്റെ നേതൃത്വത്തിന്, സഭയ്ക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. ഈ അന്ധന് വെളിവുണ്ടായതുപോലെ നമ്മുടെ സഭയ്ക്കും ഞങ്ങളെപ്പോലെയുള്ള നേതാക്കന്മാർക്കും എല്ലാം വെളിവുണ്ടായി ഈ ലോകത്തെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന സമൂഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നതാണെന്ന് CC മാത്യു അച്ഛൻ എന്ന് എന്നെ ഇവിടെ വിളിച്ച് കുർബാന ചെല്ലിച്ചതൊക്കെയാണ് ഞാൻ ഓർക്കുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ വന്നപ്പോൾ ഒരിക്കൽ കൂടി ദേവാലയത്തിൽ വരാൻ സാധിച്ചതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതായാലും അതിലൊരു ഞായറാഴ്ച വീണ്ടും ഇവിടെ തന്നെ വന്നു എന്നതിൽ സന്തോഷമുണ്ട്.
വ്യത്യാസം എന്നാന്ന് വെച്ചാൽ മനോഹരമായൊരു ദേവാലയം ഉണ്ടാക്കി. ദേവാലയം മനോഹരമായെന്ന് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ദേവാലയം മനോഹരമായിരുന്നാൽ മാത്രം പോരാ, പ്രബുദ്ധതയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് യു ഹാവ് ടു കൺവേർട്ട്. ഇറ്റ്സ് എ ട്രാൻസ്ഫോംഡ് കമ്മ്യൂണിറ്റി, ദ കമ്മ്യൂണിറ്റി ദാറ്റ് ഷുഡ് ട്രാൻസ്ഫോം ദ എൻവറോൺമെന്റ്. ചുറ്റുപാടുകളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ട്രാൻസ്ഫോർമേറ്റീവ് കമ്മ്യൂണിറ്റി ആവും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് കർത്താവോട് പറഞ്ഞത്, വെളിവുള്ള തെളിച്ചമുള്ള പ്രബുദ്ധതയുള്ളൊരു കമ്മ്യൂണിറ്റി. അതാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൊച്ചച്ഛനോടും വെല്ലിച്ചനോടും ടീച്ചർമാരോടും എല്ലാം എൻ്റെ സ്നേഹം പ്രകാശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് ആരാധനയിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിന് അനുവദിച്ചതിൽ പ്രത്യേകമായ സന്തോഷം പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.